ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള ഒരു പൊതു ശീർഷകത്തിന് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് കണ്ടുവരുന്ന പരമ്പരയാണല്ലോ ഇത്. അതിൻ്റെ 66-ാമത്തെ സെഷനിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പല മേഖലകൾ, പ്രത്യേകിച്ചും കുറേ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ ഏതാനും സെഷനുകളായിട്ട് നമ്മൾ സഭയുടെ ഔപചാരികമായ ബഹിഷ്കരണ പ്രാർത്ഥന, വലിയ ഭൂതോച്ചാടന പ്രാർത്ഥനയുടെ ആമുഖക്കുറിപ്പുകളിലേക്ക് കടന്നുകൊണ്ട് അതിൻ്റെ 1ഉം 2ഉം നോട്ടുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ചില ചിന്തകൾ പൊതുവായിട്ട് നമ്മൾ എടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കാണുകയുണ്ടായി, ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ടാണ് ഈശോ കടന്നു വരുന്നത്. അതിൻ്റെ കാരണം നരകരാജ്യത്തിൻ്റെ സാന്നിധ്യമാണ് ലോകത്തിൽ എന്നും ഉണ്ടായിരുന്നത്, ആദ്യമാതാക്കളുടെ പാപം മുതൽ എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇത് നമ്മൾ നല്ലപോലെ ആഴത്തിൽ ഹൃദയത്തിൽ പതിപ്പിച്ച് വെക്കേണ്ട ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. ദുഷ്ടൻ അവനെ അല്ലെങ്കിൽ അവരെ തൊടുകയില്ല. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ അവസാന ഖണ്ഡികയിൽ നിന്നാണ് നമ്മൾ ആ ഒരു പൊതു ശീർഷകം എടുത്തിരിക്കുന്നത്. അത് പൈശാചികമായ ശക്തികളുടെ സാന്നിധ്യങ്ങളുടെ ഉപദ്രവം ഏൽക്കുകയില്ലാത്ത രീതി ജീവിക്കാനായിട്ട് നമ്മൾ പര്യാപ്തരാകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വിചിന്തന പരമ്പരയിലൂടെ, വചന പങ്കുവെക്കലിലൂടെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അല്പസമയമെടുത്ത് കാര്യങ്ങൾ കണ്ട് പടിപടിയായിട്ട് മനസ്സിലാക്കി വരികയാണ്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഈ ചിന്തയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ കുറേ അനുഭവ സംഭവങ്ങൾ ഞാൻ പറഞ്ഞിരുന്ന ഇടയ്ക്ക് ഇനിയും പങ്കുവെക്കാൻ വരുന്നത് പോലെ, നമ്മളെ പ്രേരിപ്പിക്കുന്ന പോലെ വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഞാൻ ഒന്ന് അടിവരയിട്ടൊന്ന് ആവർത്തിച്ചെന്ന പോലെ പറയുന്നത്, നമുക്കൊരു സമഗ്രമായൊരു കാഴ്ചപ്പാട് വേണം. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ് ഈശോ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ സഭയുടെ ഏറ്റവും വലിയ ദൗത്യമായിട്ട് ഈശോ ഏൽപ്പിച്ചത് പത്രോസിനെ താക്കോൽ ഏൽപ്പിക്കുക വഴി, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കാണുന്നുണ്ടല്ലോ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ തരുന്നു. സ്വർഗരാജ്യ അനുഭവം, ദൈവരാജ്യ അനുഭവം, റേനും ദേയ് എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന അനുഭവം എല്ലാം ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നവർ പിശാചിൻ്റെ മക്കളല്ല. നിങ്ങളെ വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാര്യതയുടെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ റോമ 8-ന്റെ 14, 15, 16 വാക്യങ്ങൾ വായിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നവർ ദൈവമക്കളാണ്. ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഈശോയ്ക്കൊപ്പം നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ്, അവകാശികളാണ്, ഈശോയ്ക്കൊപ്പം കൂട്ടവകാശികളാണ്. ഇതെല്ലാം എന്ന് പറയുമ്പോൾ സാത്താൻ്റെ മക്കളല്ല, സാത്താനാണ് ഭയത്തിൻ്റെ അടിമത്തത്തിൻ്റെ അരൂപി, അവിടുന്ന് വിടുതൽ പ്രാപിക്കുക. അപ്പം ഇതെല്ലാമാണ് നമുക്ക് നമ്മുടെ വിശ്വാസ മേഖലയെക്കുറിച്ച്, വചന വെളിപ്പെടുത്തലിനെക്കുറിച്ച്, സഭയുടെ ദൗത്യത്തെക്കുറിച്ച്, നമ്മുടെ വ്യക്തിപരമായ ആത്മജീവിതത്തെക്കുറിച്ച് ഉണ്ടായിരിക്കേണ്ട മൊത്തത്തിലുള്ള ക്രൈസ്തവ കാഴ്ചപ്പാട്. വിശുദ്ധ പോളാറാം പാപ്പ അത് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. നമുക്കൊരു ക്രൈസ്തവ കാഴ്ചപ്പാട് വേണം. ഈ ഒരു കാഴ്ചപ്പാട് നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ഭൂതോച്ചാടന ശുശ്രൂഷ സമീപിക്കാനായിട്ട്. അക്രൈസ്തവ സമൂഹങ്ങളിൽ ഭൂതോച്ചാടനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി പൈശാചികമായ പീഡയ്ക്ക് ഇരയായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട്, കുടുംബം, ഒരു പറമ്പ് പൈശാചികമായ സ്വാധീനത്തിന് ഇരയായി കിടക്കുന്നു. ആ വ്യക്തിയെ എങ്ങനെ സഹായിക്കാം, രക്ഷിക്കാം, ആ പ്രശ്നം എങ്ങനെ തീർക്കാം എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുന്നതാണ്. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചതാണ് ചെയ്യുന്നത്. ആ പൈശാചിക അരൂപി അവിടുന്ന് പിടിച്ച് മാറ്റി അത് ആവശ്യപ്പെടുന്ന പോലെയുള്ള
സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്ത് വേറെ എവിടെയെങ്കിലും കൂടെ കുടിയിരുത്തി അതിനെ പ്രസാദിപ്പിച്ച് പൂജിച്ച് അങ്ങനെ കൊണ്ടുപോയാണ് ഇവിടുത്തെ പ്രശ്നം തീർക്കുന്നത്. അതുകൊണ്ട് പിശാചിനെ പിടുത്തം എന്നൊക്കെ പറയുന്ന വാക്കുകൾ അങ്ങനെ വരുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു ഒറ്റപ്പെട്ട പ്രശ്നം തീർക്കാനോ ഒരു വീടിൻ്റെ പറമ്പിൻ്റെ പ്രശ്നം തീർക്കാനോ ഒക്കെയുള്ള ഒരു ഇടുങ്ങിയ കാഴ്ചപ്പാടിലല്ല നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലും ക്രൈസ്തവ കാഴ്ചപ്പാടിലും ഈ ഭൂതോച്ചാരണ ശുശ്രൂഷ എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കുറച്ചൊക്കെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണെങ്കിൽ ഞാനൊരു സമഗ്രതയുടെ ഒരു സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ബൈബിളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്. ഈശോയെക്കുറിച്ച് പല സംഭവങ്ങൾ പറഞ്ഞു പോകുമ്പം ഈശോ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് രോഗികൾക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇങ്ങനെ പറയുന്ന സമ്മറി സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് സുവിശേഷന്മാർ കൊടുക്കുന്നത് വായിച്ചു വരുന്ന ആൾക്കാർക്ക് എന്താ സംഭവിക്കും എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൊത്തം കാഴ്ചപ്പാട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർ ദിശാബോധം നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അല്പം ഒന്ന് റീക്യാപിറ്റുലേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് അയവിറക്കി ഒന്ന് സമഗ്രമായിട്ടൊന്ന് സൂചിപ്പിച്ച് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ദീർഘമായിട്ട് മാസങ്ങളിലേക്ക് അല്ല വർഷങ്ങളിലേക്ക് നീളുന്ന ഒരു പരമ്പരയായിട്ട് നമ്മൾ ഈ പങ്കുവെക്കൽ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ദുഷ്ടൻ തൊടുകയില്ലാത്ത പിശാചിൻ്റെ ഉപദ്രവം ഏശികാലത്തൊരവസ്ഥയിലേക്ക് വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് എടുക്കണം. ഏത്? ഈ അക്രൈസ്തവ കാഴ്ചപ്പാട്. ക്രൈസ്തവ കാഴ്ചപ്പാട് അത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ് പിശാചിനെ ബഹിഷ്കരിക്കൽ. നമുക്ക് ക്രൈസ്തവ കാഴ്ചപ്പാട് പിശാചിനെ പിടിക്കലില്ല. അത് അക്രൈസ്തവ കാഴ്ചപ്പാടാണ്. പിടിച്ചുകൊണ്ട് എവിടെയും കൊണ്ട് കുടിയിരുത്തുക, അത് വേറെ. നമുക്ക് ഈശോ കാണിച്ചിരിക്കുന്നത് ഇറക്കി വിടാനാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഈ വ്യക്തി ദൈവത്തിൻ്റെ മകനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ വ്യക്തി പിശാചിനെ ഉപേക്ഷിക്കുന്നു. പിശാചിൻ്റെ സേവന സഹായവും മാർഗങ്ങളും ഒന്നും വേണ്ട. പാപവും പാപസാധനങ്ങളും ഉപേക്ഷിക്കുന്നു. മറിച്ച് പിശാചിൻ്റെ സ്ഥാനത്ത് ഈശോയെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. അതാണ് മാമോദിസയുടെ 3 ചോദ്യങ്ങളിനകത്ത് വരുന്നത്. ഈശോയെ രക്ഷകനായി സ്വീകരിക്കുന്നു പറയുമ്പോൾ ഈശോ എന്നെ സ്വീകരിക്കുന്നു, എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു, പിതാവിനെ സ്വീകരിക്കുന്നത്. ഈശോ കാണിച്ച വഴി നടക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നമ്മളെത്തുന്നു. പിതാവിൻ്റെ മക്കളാകുന്നു, സ്വർഗത്തിൻ്റെ മക്കളാകുന്നു, ദൈവത്തിൻ്റെ മക്കളാകും. ദൈവത്താൽ ഭരിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന അനുഭവം ദൈവരാജ്യ അനുഭവം. അതാണ് റേനും ദേയി അല്ലെ കിങ്ഡം ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്ന അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ അനുഭവത്തിലേക്ക് വരാനുള്ള ഒരു മാർഗം, ഒരു ഓപ്പണിംഗ് പോയിൻ്റ്, ഒരു എൻട്രി എക്സ്പീരിയൻസ്, പ്രവേശിക്കുന്നതിൻ്റെ അടയാളം, അതാണ് നമുക്ക് ഭൂതോച്ചാടനം ക്രൈസ്തവ കാഴ്ചപ്പാടിന്. അപ്പോൾ ഈ ദൈവരാജ്യവുമായുള്ള ബന്ധം ഒരിക്കലും നമ്മൾ മറന്നു പോയേക്കരുത്. ഇതൊരു വശത്ത് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ മറുവശത്ത് എന്താണ്? നമ്മൾ ഭൂതോച്ചാടന അനുഭവം, ഡെലിവറൻസ് ശുശ്രൂഷ നമ്മൾ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചൊക്കെ എടുത്തു കഴിയുമ്പം അത് അവിടെ കൊണ്ട് തീരാൻ പാടില്ല. ഈ പൈശാചികമായ കെട്ടുകൾ അഴിഞ്ഞു, പിശാചിൻ്റെ അരുവികൾ ആവാസമണ്ഡലത്തിന് ഇറങ്ങിപ്പോയി, ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് വീഴുന്നു, ബഹളം വെക്കുന്നു, കാറുന്നു, കൂകുന്നു, ഒച്ച വെക്കുന്നു, എന്നിട്ട് ഇറങ്ങിപ്പോകുന്നു, ആൾ ഫ്രീ ആകുന്നു. ആ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഭൂതോച്ചാടനം എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു പൂർണ്ണതയുള്ളതല്ല. അതൊരു എൻട്രി, ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു വാതിൽ തുറന്നൊരു പുതിയൊരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന മാത്രമേ ആയുള്ളൂ. അങ്ങനെ പ്രവേശിക്കുന്ന വ്യക്തി അതിലൂടെ ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട് ദൈവരാജ്യ അനുഭവത്തിൽ. അപ്പോൾ ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരുന്നില്ലാത്ത ഭൂതോച്ചാടന അനുഭവം ഒരു വ്യക്തിക്ക് ഉപകാരപ്പെടണമെന്നില്ല. വീണ്ടും ആ വ്യക്തി പൈശാചികമായ ആവാസത്തിന് ഇരയാകാമെന്നുള്ള അപകടവും ഈശോ ചൂണ്ടിക്കാണിക്കും. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ വിട്ടുപോകുന്നു, ഒരാളൊഴിഞ്ഞ വീട്, വീണ്ടും തിരിച്ചു വരുന്നു. അശുദ്ധാത്മാവ് തനിച്ചല്ല, 7 കൂടെ കൂട്ടിക്കൊണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ അവസാനത്തെ സ്ഥിതിത്തിലേക്ക് ശോചനീയമായി തീരുന്നു. ഇത് ആളൊഴിഞ്ഞ് വീടെന്ന് പറയുമ്പോൾ അശുദ്ധാത്മാവില്ലാത്ത, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ഉള്ളമാണ്. ദൈവരാജ്യ അനുഭവം ഇല്ലാത്ത, ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചുകൊണ്ട് നയിക്കുന്നില്ലാത്ത അനുഭവം, ദൈവം നമ്മോട് കൂടെ എമ്മാനും അനുഭവം ആകാത്ത വ്യക്തി, ആ വ്യക്തി വീണ്ടും അപകടത്തിൻ്റെ വക്കിലാണ് എപ്പോഴും നിൽക്കുന്നത്. തിന്മയുടെ അരിവിടെ എപ്പം വേണം വന്ന് തിരിച്ചു കയറാം. അത് വല്ലാത്ത 7 ഇരട്ടി ദുരന്തമായിട്ട് കലാശിക്കാം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഉന്നം വെക്കേണ്ടത് ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അതിനുള്ള മാർഗമായിട്ടാണ് ഭൂതോച്ചാടനം. അതിൻ്റെ ആയുധവുമാണ്, ദൈവരാജ്യത്തിലേക്ക് വരുന്നതിൻ്റെ ആയുധമാണ് ഭൂതോച്ചാടനം, അടയാളവുമാണ് ഭൂതോച്ചാടനം. 2 ഇതിൽ തന്നെ പ്രസക്തിയുള്ളത്. അടയാളം, നമ്മൾ മത്തായി 12:28 വാക്യം, ഞാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ തന്നെ 2 കാര്യം വരുന്നുണ്ട്. പിശാച് ബഹിഷ്കരിക്കപ്പെട്ടു, ദൈവരാജ്യം വരുന്നതിൻ്റെ അടയാളമാണ് പിശാച് മാറി എന്നുള്ളത്. ദൈവരാജ്യത്തിൽ പിശാചില്ല. അതേസമയം ബഹിഷ്കരിച്ചുകൊണ്ടും കൂടിയാണ് ദൈവരാജ്യത്തിലേക്ക് ഒരു വ്യക്തി കയറ്റുന്നത്. അപ്പോൾ ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ 2 നമ്മളെപ്പോഴും കാണണം.
ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈശോയെപ്പറ്റി ചിന്തിക്കുമ്പോഴും അതുകൊണ്ട് തന്നെ ഈശോ സമീപം ചിന്തിക്കുമ്പോഴെല്ലാം ഈ ഒരു കാഴ്ചപ്പാട് വേണം. കഴിഞ്ഞു പോയ ഏതാനും സെഷനുകൾ നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കാണുകയുണ്ടായി. സുവിശേഷങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈശോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ദൈവരാജ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദൈവരാജ്യം സ്വർഗരാജ്യം രണ്ടും ഒന്ന് തന്നെയാണ്. മത്തായി സുവിശേഷം മാത്രമാണ് സ്വർഗരാജ്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത് ദൈവരാജ്യം എന്ന അർത്ഥം തന്നെയാണ്. അതിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചതാണ്. ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ മടുപ്പുള്ള യഹൂദർക്ക് കൂടുതലുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് എഴുതിയപ്പം മത്തായി സുവിശേഷകൻ ദൈവ എന്ന വാക്ക് മാറ്റി സ്വർഗ എന്ന വാക്ക് ചേർത്തന്നേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നും സ്വർഗരാജ്യം ദൈവരാജ്യം ഈ വാക്കുകൾക്ക് തമ്മിലില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവരുടെ ഈ ഒരു വാശ്യം മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ആത്മജീവിതവും മനസ്സിലാവുകയില്ല, സഭയുടെ ശുശ്രൂഷയും മനസ്സിലാവുകയില്ല, കുദാശ കുർബാന എല്ലാം ഉൾപ്പെടെ കുമ്പസാരം ഉൾപ്പെടെ ബൈബിള് മനസ്സിലാവുകയില്ല, ഈശോയെ മനസ്സിലാവുകയില്ല, രക്ഷാകര സംഭവത്തെയും മനസ്സിലാവുകയില്ല. നമുക്കൊരു ആത്മജീവിതവും ചിന്തിക്കാനേ പറ്റുകയില്ല. ദൈവരാജ്യം ഈശോ ജനിച്ചപ്പോൾ തന്നെ, ഞാൻ പെട്ടെന്നൊന്ന് സൂചിപ്പിച്ചു പോവുകയാണ് വീണ്ടും, ഈശോ ജനിച്ചപ്പോൾ തന്നെ പോയ രാജാക്കന്മാർ വരുന്നത് രാജാവായിട്ട് ജനിച്ചവൻ എവിടെ ചോദിച്ചുകൊണ്ടാണ്. രാജാവാണ് ജനിച്ചിരിക്കുന്നത്, ഭരിക്കാനുള്ളവൻ. നമുക്കറിയാം ആരാധനാക്രമ മത്സരത്തിൻ്റെ അവസാനം ആരംഭം ഡിസംബർ ആരംഭത്തിൽ ആഗമനകാലം ക്രിസ്മസിൻ്റെ ഒരുക്കത്തിന് 4 ആഴ്ചകളുമായിട്ട് ഏതൊരു റീത്തിലും ആരാധനാക്രമം മത്സരം ആരംഭിക്കുന്നത് നമുക്കറിയാം. ആരാധനാക്രമം മത്സരം അവസാനിക്കുന്നത് നവംബർ അവസാനത്തോടുകൂടിയാണ്. നവംബറിൻ്റെ അവസാനത്തെ ഞായറാഴ്ച സാധാരണഗതിയിൽ ആരാധനാക്രമ മത്സരത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചത്തെ തിരുനാളെന്ന് പറയുന്നത് ലത്തീൻ ക്രമത്തിലും സീറോ മലബാർ ക്രമത്തിലും ഒക്കെ ക്രിസ്തുരാജൻ്റെ തിരുനാളാണ്. ക്രിസ്തുരാജൻ്റെ തിരുനാൾ അതോടുകൂടി ആരാധനാക്രമ മത്സരം അവസാനിച്ചു. പക്ഷേ ഈശോ രാജാവായിട്ട് ഭരിക്കുന്നു, വാഴുന്നു. ഈശോ എവിടെയാണ് രാജാവാകുന്നത്? പിലാത്തോസ് ചോദിച്ചു, നീ രാജാവാണോ? ഈശോ പറഞ്ഞു, എൻ്റെ രാജ്യം ആന്തരികമാണ്, ഐഹികമല്ല, അവിടെ നീ പേടിക്കണ്ട. ഈശോ ജനിച്ചപ്പോൾ ഹെരോദസ് രാജാവ് പേടിച്ചത് ശിശു ജനിച്ചിരിക്കുന്നത് രാജാവായിട്ട് വരുന്നു, അവിടെ അവനെ കൊന്നില്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് രാജ്യത്ത് കിട്ടിയാൽ അവിടെ അവനെ കൊല്ലണം. ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പീലാത്തോസാണ് ഗവർണർ ഇവിടെ യൂദയായാലും. അപ്പോൾ പീലാത്തോസിൻ്റെ മുമ്പിൽ യഹൂദ അധികാരികൾ പരാതി കൊടുക്കുന്നു, ഇവൻ സീസറിനെ പുറത്താക്കി രാജാവാകാൻ നോക്കുന്നു. അവിടെ പീലാത്തോസ്, നീ രാജാവാണോ? രാജാവ് ആകാൻ ഈശോ വന്നു എന്നുള്ളത് ജനിച്ചപ്പോഴും ചർച്ചാ വിഷയമായി, മരിക്കുമ്പോഴും ചർച്ചാ വിഷയമായി. ഇത് ഈശോയുടെ ജനനത്തിനും മരണത്തിനും മാത്രമല്ല, ഇടയ്ക്കുള്ള കാലം മുഴുവൻ ഇത് തന്നെയാണ് വിഷയം. ഈശോയ്ക്ക് വഴിയൊരുക്കാമെന്ന സ്നാപകൻ ദൗത്യം ആരംഭിക്കുമ്പോൾ പറയുന്നത് എന്നതാണ്, ദൈവരാജ്യം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുക. ഈശോ സുവിശേഷം ആരംഭിക്കുമ്പോൾ ഇത് തന്നെ പറയും, ദൈവരാജ്യം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുക. പിന്നെ ഈശോ അപ്പസ്തലന്മാരെ പ്രസംഗിക്കാൻ അയക്കുമ്പോഴും പറയുന്നത് എന്നതാ, നിങ്ങൾ പോയി പ്രസംഗിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി 10 കാണാം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ അപ്പസ്തലന്മാരുടെ പ്രസംഗ വിഷയം ഇത് തന്നെയാണ്, ദൈവരാജ്യം ദൈവരാജ്യം ദൈവരാജ്യം. അതിനുവേണ്ടി അനുദപിക്കുമ്പോൾ എന്താ? സാത്താൻ്റെ പ്രവൃത്തിയെല്ലാം ഉപേക്ഷിക്കും. വിശ്വസിക്കുക. സുവിശേഷം എന്താണ്? സുവിശേഷം പിതാവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. ഈശോ ഇങ്ങനെയൊക്കെ വരിക. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ എല്ലാം ദൗത്യത്തിൻ്റെ എല്ലാം ഉന്നം ഇത് തന്നെയാണ്. വീണ്ടും നമുക്ക് കാണാൻ പറ്റും ഈശോയുടെ പ്രബോധനങ്ങൾ എപ്പോഴും വരുന്നു, ദൈവരാജ്യം സ്വർഗരാജ്യം. മലയിലെ പ്രസംഗത്തിൽ അഷ്ടഭാഗ്യങ്ങൾ പറയുമ്പോൾ 1-ാമത്തെ ഭാഗ്യവും 8-ാമത്തെ ഭാഗ്യവും പറയുമ്പം സ്വർഗരാജ്യം അവരുടേതാണ്. ഈ പ്രമാണികട്ട് നിസ്സാരമായി ഒന്ന് പാലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും. അത് ലംഘിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗരാജ്യത്തിൽ ചെറിയവനായിരിക്കും. നിങ്ങളുടെ നീതി നിയമജരുടെയും ഫരിസേയുടെയും നീതി അതിശയിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് എല്ലാം സ്വർഗരാജ്യം. പിതാവേ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നവനല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനെ സ്വർഗത്തിൽ പ്രവേശിക്കുക. കിഴക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് സ്വർഗത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിൻ്റെ മക്കൾ പുറന്തള്ളപ്പെടും. നോക്കിക്കേ, ഇങ്ങനെ ഞാനത് വചനം എടുത്ത് വെച്ച് വായിച്ചെടുത്ത് പോകുന്നില്ലാത്തത് നിങ്ങൾ ബൈബിളും വചനവും തുറന്ന് വെച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കില്ല എന്ന് കരുതിക്കൊണ്ടാണ്. ഞാൻ എൻ്റെ മക്കൾ ധ്യാനകേന്ദ്രത്തിൽ ആൾക്കാർ വരുമ്പം ഞാൻ ടോക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ബൈബിൾ തുറന്ന് എടുത്ത് ഓരോ ഭാഗം കണ്ട് പ്രത്യേക മത്തായി സുവിശേഷം അങ്ങനെ കണ്ട് പോയി ബോധ്യം എടുക്കാറുണ്ട്. കാരണം ഈ ബോധ്യം പ്രധാനപ്പെട്ടതാണ്. ദൈവരാജ്യം ഈശോയ്ക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്. ഈശോ പറയുന്ന ഉപമകളെല്ലാം ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഓരോരോ വശങ്ങളാണ് വിശദീകരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ വശങ്ങൾ, വിതക്കാരൻ്റെ ഉപമ, വിത്ത് വിതയ്ക്കുന്നു, പിശാച് വന്ന് പക്ഷി കൊത്തിക്കൊണ്ട് പോകുന്നു, രാജ്യത്തിൻ്റെ വചനം കൊത്തിക്കൊണ്ട് പോകുന്നു. കളകളുടെ ഉപമ, നല്ല ഗോതമ്പ് വിതച്ചു കൃഷിക്കാരൻ
അതിനിടയിൽ ആൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കള വിതച്ചു. ശത്രു ആരാണ്? പിശാചാണത്. ദുഷ്ടൻ്റെ മക്കളും രാജ്യത്തിൻ്റെ മക്കളും ഒരുമിച്ച് വളരുന്നു. അവസാനം വരുമ്പം ദുഷ്ടൻ്റെ മക്കളെല്ലാം തകർത്ത് കളയിൽ എറിഞ്ഞ് തീയിലേക്ക് എറിയും എന്ന് പറയുന്നു. അതുപോലെ തന്നെ പുളിമാവിൻ്റെ ഉപമ മത്തായിയുടെ സുവിശേഷം 13 ഇതെല്ലാം കാണുന്നു. പുളിമാവ്, അതുപോലെ സ്വർഗരാജ്യം, രത്നവ്യാപാരി, നമുക്കറിയാം സ്വർഗരാജ്യം അതുപോലെയാണ്. വയലിൽ ഒളിച്ച് വയ്ക്കപ്പെട്ട മറിഞ്ഞു കിടക്കുന്ന നിധിയുടെ ഉപമ, സ്വർഗരാജ്യം അതുപോലെയാണ്. വീണ്ടും കടലിലേക്ക് എറിയപ്പെടുന്ന എല്ലാ തരം മത്സ്യങ്ങളെ ശേഖരിക്കുന്ന വലയുടെ ഉപമ, പഴയതും പുതിയതും ശേഖരിച്ച് വെക്കുന്ന നിയമജ്ഞൻ്റെ ഉപമ, ഇതെല്ലാം മൊത്തം 13 കാണാൻ പറ്റും. ഇത് മുഴുവൻ സ്വർഗരാജ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. പിന്നെയും മുന്നോട്ട് വരുമ്പോൾ നമുക്കാണ് സ്വർഗരാജ്യം മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരെ വിളിക്കാൻ പോകുന്നത്, വിവാഹ വിരുന്നൊരുക്കുന്ന രാജാവ്, താലന്ത് കൊടുക്കുന്ന 10 താലന്തുകളുടെ ഉപമ യജമാനൻ, അവരുടെ 10 കന്യകമാരുടെ ഉപമ. ഇങ്ങനെ ഈ ഉപമകൾ മുഴുവൻ ഈശോ പറയുന്നത് സ്വർഗരാജ്യം, ദൈവരാജ്യം, അതിൻ്റെ കീഴിൽ എങ്ങനെ കയറി വരാം, അതിലെങ്ങനെ ആഴപ്പെടാം, അതിലെങ്ങനെ വളരാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ പിന്നെ ഇടയ്ക്ക് വെച്ച് മത്തായി 18 വരുമ്പോൾ കാണാൻ പറ്റും, ശിഷ്യന്മാർ കേട്ട് വെച്ചിട്ട് അവർക്ക് ആകാംക്ഷയാകാൻ തുടങ്ങി, താല്പര്യമാകാൻ തുടങ്ങി. അവർ ചോദിക്കാൻ തുടങ്ങി, ഈ സ്വർഗരാജ്യത്തിൽ ആരാ വലിയവൻ, അവിടെ ആരാ വലുതാകുന്നത്? അപ്പോൾ ഈശോ അതിനൊരു കുഞ്ഞിനെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്നതൊക്കെ നമുക്കറിയാം. ശിശുക്കളെ പോലും ആകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കരുതെന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് കൂടെ എല്ലാം സ്വർഗരാജ്യമാണ്. അപ്പോൾ ഒരു ധനികൻ വന്നിട്ട് ചോദിക്കും, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ആ നിത്യജീവൻ എന്ന് പറയുന്നത് സ്വർഗരാജ്യം തന്നെയാണ്. കാരണം ഈശോ ഉത്തരം കൊടുക്കും പറയുകയാണ്, അവന് വിഷാദിച്ച് തിരിച്ചു പോയി എല്ലാം വിറ്റ് വരാൻ പറയുമ്പം. അപ്പോൾ ഈശോ പറയുന്നത് ധനികന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ദുഷ്കരമാണ്. അപ്പോൾ നിത്യജീവന് പ്രവേശിക്കാൻ അവൻ ചോദിച്ചു വരുമ്പോൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്താണ് ചോദിക്കുന്നത്? അപ്പോൾ ധനത്തിൽ ആസക്തി വെച്ച് ഉള്ളൊട്ടിയിരിക്കുന്ന വ്യക്തിക്ക് പ്രവേശിക്കാൻ പറ്റിയെന്ന് പറയണം. അപ്പോൾ അങ്ങനെ അപ്പസ്വരന്മാർക്ക് താല്പര്യം വരുന്നു, മറ്റു ആൾക്കാർക്ക് താല്പര്യം വരുന്നു, അവർ അന്വേഷിച്ച് ഒരു സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്നാ ചെയ്യണം? ഇത് ബലവശ്യമാണ് സ്വർഗരാജ്യം. ശ്രാപകൻ്റെ നാടുമ്പോൾ ഇതുവരെ സ്വർഗം ബലവശ്യമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിൽ ഏറ്റവും ചെറിയവൻ പോലും ശ്രാപകനേക്കാൾ വലിയവനാണെന്ന് പഠിപ്പിക്കുന്നു. പിന്നെ സബദീപുത്രന്മാരുടെ അമ്മ ഒരിക്കലും വന്നിട്ട് ഈശോയുടെ മക്കൾ വയ്ക്കുക, നിൻ്റെ രാജ്യത്തിൽ എൻ്റെ മക്കളെ ഒന്നാമത് ഇരുത്താവോ, എടുത്ത മരത്തിൽ ഇരുത്താവോ ചോദിക്കുന്നു. ഇങ്ങനെ വന്ന് ഈ ഈശോ പറയുന്ന ദൈവരാജ്യം, സ്വർഗരാജ്യം ഒരു വലിയ വിഷയമായിട്ട്, സംസാര വിഷയമായി, താല്പര്യ വിഷയമായിട്ടൊക്കെ മാറുന്നു. ഞാൻ ബൈബിളിൽ പെട്ടെന്നൊന്ന് ഓടിച്ചു പോയി ഒരു സമഗ്ര വീക്ഷണം തരാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 12 വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടി വി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. അവസാനം വരുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈശോയ്ക്കെതിരെയുള്ള ആരോപണത്തിൻ്റെ വിഷയമായിട്ട് വരുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ രാജാവാകാൻ നോക്കുന്നു. പീലാത്തോസ് ചോദിക്കുന്നു, നീ രാജാവാണോ? യോഹന്നാൻ 19 തെളിച്ച് പറയുന്നുണ്ട്, ഈശോ പങ്കുവെക്കുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഇഹത്തിൻ്റെതായിരുന്നെങ്കിൽ എൻ്റെ പടയാളി, എൻ്റെ ശിഷ്യന്മാർ എന്നെ ബന്ധിക്കാതിരിക്കാൻ വേണ്ടി പൊരുതുമായിരുന്നു. പൊരുതിയ ആൾക്കാരെ ഞാൻ നിരുത്സാഹപ്പെടുത്തി, വാൾ ഉറയിലിടാൻ പറഞ്ഞു. അപ്പം ഞാൻ രാജാവാണ്, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ല. ഇത് ആന്തരികമായ രാജ്യമാണ്, ദൈവരാജ്യമാണ്. അത് പക്ഷേ പീലാത്തോസിന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇങ്ങനെ കൊണ്ട് തൻ്റെ രാജ്യത്വത്തിന് പ്രശ്നമില്ല, സീസറിന് വിഷയക്കാരനല്ല ഇങ്ങേര് എന്നൊരു ബോധ്യം കിട്ടിയിട്ട് പീലാത്തോസ് കൈ കഴുകി ഇങ്ങനെ പറഞ്ഞു വിടാൻ നോക്കുന്നു. ബറാബാസിനെ വേണമെങ്കിൽ ഇട്ട് തരാം, കൊല കൊടുക്കാം, കുരിശ് തറയ്ക്കാം. പക്ഷേ യഹൂദര് വാശി വെച്ച് വെറുപ്പ് വെച്ച് പിന്നെ ആക്രോശിക്കുകയാണ്. പിന്നെ പീലാത്തോസ് വഴങ്ങുന്നു. നമുക്കറിയാം പടയാളിയുടെ പരിഹാസം. പടയാളിക്ക് ഈശോ കിട്ടിക്കഴിയുമ്പം അവർ ചമ്മട്ടി അടിക്കാനെ കൊണ്ടുപോകുമ്പം പരിഹസിക്കുന്ന രംഗം നമ്മൾ ജവമാർ ചൊല്ലുമ്പോൾ ധ്യാനിക്കുന്നുണ്ട്. ആ പടയാളിയുടെ പരിഹാസത്തിൻ്റെ വിഷയങ്ങളായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് മുഴുവനും മത്തായി 27 നമുക്ക് കാണാം. 27, 28 വാക്യങ്ങളിൽ അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചുവന്ന പുറങ്കൊപ്പായം അണിയിച്ചു, ഒരു മുൾക്കിരീടം, പിന്നെ ഞാങ്ങണത്തൻ്റെ കൈ കൊടുത്തു. യഹൂദർ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞു വണങ്ങുക, പരിഹസിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ പടയാളികൾ ഈശോയെ കൊണ്ടുപോയിട്ട് വേറെ ഒരുപാട് രീതി പരിഹസിക്കാൻ അവർക്കറിയാം. ഏതൊരു വ്യക്തിയെ ഇഷ്ടംപോലെ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞ് എങ്ങനെയും പെരുമാറി പരിഹസിക്കാൻ അറിയാം. പക്ഷേ ഈശോയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പരിഹസിക്കുന്നത് രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞാണ്. മുൾക്കിരീടം, രാജാവല്ലേ, ഞാങ്ങണത്തണ്ട്, ചെങ്കോലിരിക്കട്ടെ,
ഒരു മുരഞ്ഞു കിടക്കുന്ന കീറി പറഞ്ഞ ഓടയ്ക്കകത്ത് ഒരു ചുവന്ന തുണി രാജകീയ വസ്ത്രമായിട്ടിരിക്കട്ടെ, എന്നിട്ട് സ്വസ്തി എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നു, തുപ്പുന്നു. ഈ ഒരു പരിഹാസം ഇങ്ങനെ ചെയ്യാൻ തന്നെ കാരണം ഈശോ വിഷയം പറഞ്ഞുകൊണ്ടാണ്. കുറിച്ച് തറച്ചു കഴിയുമ്പോൾ മോൾ INRI യേസൂസ് നസ്രാനൂസ് റെക്സ് യൂദയോരും, യഹൂദന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ. INRI ഈ കുറിപ്പ് എങ്ങനെയാണ് വന്നത്? ഈശോ ഈ ദൈവരാജ്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നീ രാജാവല്ലാതെ ഇരിക്കട്ടെ, അങ്ങനെ കുറിപ്പ് വെച്ച് അങ്ങനെയാണ്. ആൾക്കാർ കടന്നു പോകുമ്പോഴും ഇവൻ രാജാവല്ലേ, സ്വയം രക്ഷിക്കട്ടെ, ഇന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസം പറയുന്നത് വായിക്കുന്നുണ്ട് അവിടെ തന്നെ, 10:27 തന്നെ. ഈ പരിഹാസം ആൾക്കാർ പറയാൻ ഇവൻ രാജാവാണല്ലോ, തന്നെ രക്ഷിക്കട്ടെ. അതിൻ്റെ കാരണവും ഈശോ ദൈവരാജ്യത്തിന് പഠിപ്പിച്ചെന്നുള്ളതാണ്. അപ്പം നമ്മളിത് ഈ ഒരു സെഷൻ്റെ അച്ഛൻ ഇങ്ങനെ ഈ കാര്യങ്ങളൊന്ന് എടുത്ത് പറഞ്ഞു വരുന്നതിന് കാരണം ഈശോയെ മനസ്സിലാക്കണമെങ്കിൽ ഈശോയുടെ ഉള്ളു നിറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ ഈ ചിത്രം, ഈ ആശയം നമ്മൾ എടുത്തേ പറ്റൂ. ഇത് അവഗണിച്ചുകൊണ്ട് നമുക്ക് ഈശോയെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല, സുവിശേഷം മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇനി ഇതും കഴിഞ്ഞിട്ട് ഈശോ ഉത്ഥാനം ചെയ്തുള്ള 40 ദിവസങ്ങൾ നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം. ആ 40 ദിവസങ്ങൾ ഈശോ അനേകർക്ക് കാണപ്പെട്ടു, ജീവിക്കുന്നതിന് വേണ്ടത് തെളിവുകൾ നൽകി. ഇതെല്ലാം പറയുമ്പോഴും അവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം ഇതാണ്, 3-ാം വാക്യം. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഈശോ ചെയ്ത ശുശ്രൂഷയെ കൊർണേലിയസ് എന്ന റോമൻ സൈന്യാധിപൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുമ്പോൾ ഒറ്റ വാക്യത്തിൽ പറയുന്നത്, അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനെ ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാചിനെ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദൈവം അവൻ്റെ ഉണ്ടായിരുന്നു, ദൈവം അവൻ്റെ കൂടെ. അപ്പോൾ ദൈവരായ വാക്കുകൂടെ വരുന്നില്ലെങ്കിൽ പോലും പിശാചിൻ്റെ പീഡയ്ക്കെതിരായി കഷ്ടപ്പെടുന്നവരെ സുഖപ്പെടുത്തി പിശാചിനെ ബഹിഷ്കരിച്ച് ദൈവം കൂടെയുള്ളവനെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധുർക്ക് മദനം കൊടുക്കാൻ. ഈശോ പറഞ്ഞിട്ട് ലൂക്ക 4 കാണുന്നു, 16 വാക്യങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യം പത്രോസ് പറയുകയാണ്. അങ്ങനെ ചുറ്റി സഞ്ചരിച്ചു നന്മ ചെയ്ത ദൈവത്തിൻ്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ നരകരായി തകർത്തുകൊണ്ട് ദൈവരായ സ്ഥാപിച്ചുകൊണ്ട് പത്രോസ് ഈശോ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. പൗലോസ് അപ്പോസ്തലനും തൻ്റെ ദൗത്യം മുഴുവനെയും ഒറ്റ വാക്കിൽ പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 20-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ തൻ്റെ പ്രേക്ഷിത പര്യടനങ്ങളെല്ലാം ഏതാണ്ട് തീർന്നു, ജെറുസലേമിലേക്ക് ഇനി പോകണം, ചെന്ന് കഴിയുമ്പം ഏതാണ്ട് തീരും, അറസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ അങ്ങനെ തീരുക എന്നൊരു സമയം ഒരു ചിന്ത ഉള്ളിൽ കിട്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ നിർബന്ധിതനായി ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, കാരാഗ്രഹവും പീഡനം എന്നെ കാത്തിരിക്കുന്നത് എനിക്കറിയാം. പുസ്തകം പറയുകയാണ് എഫേസസിൽ വരുമ്പോൾ യാത്ര ശേഷന്മാരെല്ലാം പിടിച്ചു കൂട്ടിയിട്ട് അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായത്തിൽ. അപ്പം എൻ്റെ ജീവൻ വിലപ്പെട്ടതല്ല, മരണം പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ ഒരു വാക്യം താൻ ചെയ്ത കാര്യം മുഴുവനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. 25-ാം വാക്യം: ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഞാൻ ചുറ്റി സഞ്ചരിച്ചു. കണ്ടോ, ഒറ്റ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതം മുഴുവനെയും ഈശോയ്ക്ക് വേണ്ടിയുള്ളതിനെ അവതരിപ്പിക്കും. പറയുന്നത് ദൈവരാജ്യം പ്രസംഗിച്ചു സഞ്ചരിച്ചു. അദ്ദേഹം പിന്നെ ജെറുസലേമിൽ ചെന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ വിചാരണയ്ക്ക് വേണ്ടി റോമിലെത്തി 2 വർഷം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു, ഒരു ഒരു വീട്ടു തടങ്കലിൽ. അവിടെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ വിചാരണ നടത്തി അദ്ദേഹം ശിരസ്സം ചെയ്യപ്പെട്ടു, രക്തസാക്ഷിയായി. അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായത്തിൽ 30-31 വാക്യങ്ങളിൽ അവൻ സ്വന്തം ചെലവിൽ വീട് വാടകയ്ക്കെടുത്തു, 2 വർഷം മുഴുവൻ അവിടെ താമസിച്ചു. തന്നെ സമീപിച്ച് എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു. അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും ഉണ്ടോ മരിക്കുന്നിടം വരെ പൗലോസ് അപ്പോസ്തലൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് ഈ ഒരു ചിന്ത നല്ലതുപോലെ നമ്മുടെ ഉള്ളിൽ നടക്കണം. ഈ ദൈവരാജ്യവുമായിട്ട് ബന്ധിപ്പിച്ചല്ലാതെ നമുക്ക് നമ്മുടെ ആത്മജീവിതത്തെക്കുറിച്ചോ സഭാജീവിതത്തെക്കുറിച്ചോ 7 കൂദാശകളെക്കുറിച്ചോ ഞായറാഴ്ച കുർബാനയെക്കുറിച്ചോ നമ്മൾ ജപമാല ചൊല്ലുന്നതും കണ്ടക്കൊന്ത ചൊല്ലുന്നതും സ്തുതിക്കുന്ന ഏത് കാര്യത്തിൽ ധ്യാനങ്ങൾ കൂടുന്നതിനെക്കുറിച്ചോ ബൈബിള് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചോ ഈശോയെ മനസ്സിലാക്കുന്നതൊന്നും തിരിയാൻ പറ്റുകയില്ല. ഈ ഒരു കാഴ്ചപ്പാട്, ഇതാണ് നമുക്ക് ക്രൈസ്തവമായ സമഗ്രമായ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിൽ വേണം നമ്മൾ ഈ ഭൂതോച്ചാരണ ശുശ്രൂഷയെ മനസ്സിലാക്കാൻ. അപ്പോഴാണ് നമുക്ക് ദുഷ്ടൻ അവനെ അവരെ തൊടുകയില്ല എന്നുള്ള ഈശ്വര വചന വാഗ്ദാനം ഇപ്പോൾ യോഹന്നാൻ സുവിശേഷം പങ്കുവെക്കുന്നത് നമുക്ക് സ്വന്തമാക്കിയെടുക്കുന്നതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോയുടെ രക്ഷ നേടിയെടുത്ത രക്ഷ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ.
കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.